നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ആദ്യ ടെസ്റ്റിൽ അപമാനിക്കപ്പെട്ടതിൻ്റെ പ്രതികാരം മുഴുവൻ തീർത്ത് ഓസ്ട്രേലിയയും മിച്ചൽ സ്റ്റാർക്കും. ബംഗ്ലാദേശിനെ രണ്ടാമത്തെ ടെസ്റ്റിൽ ആദ്യ ഇന്നിങ്സിൽ ആദ്യ ദിവസത്തിൽ തന്നെ പകുതി, അതായത് ഒരു ദിവസത്തിൻ്റെ പകുതി ആകുമ്പോഴേക്ക് തന്നെ ബംഗ്ലാദേശിനെ ആദ്യ ഇന്നിങ്സിൽ 64 റണ്ണിന്, വെറും 64 റണ്ണിന് എറിഞ്ഞിട്ടിരിക്കുകയാണ് ഓസ്ട്രേലിയ. അതിൽ തന്നെ മിച്ചൽ സ്റ്റാർക്കാണ് 6 വിക്കറ്റാണ്, 12 റണ്ണ് മിച്ചൽ സ്റ്റാർക്ക് വിട്ടുകൊടുത്തുള്ളൂ. 10 ഓവർ 12 റണ്ണ് 6 വിക്കറ്റ്, 6 മെയ്ഡിനാണ് മിച്ചൽ സ്റ്റാർക്ക് എറിഞ്ഞത്. മിച്ചൽ സ്റ്റാർക്ക് ശരിക്കും തീക്കാറ്റായി. അതിഗംഭീര ബൗളിംഗ്, ഒപ്പം തന്നെ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് 3 വിക്കറ്റ് വീഴ്ത്തി. 10 ഓവറിൽ 25 റണ്ണ് കൊടുത്ത് 3 വിക്കറ്റ് വീഴ്ത്തി. പക്ഷേ താരം സ്റ്റാർക്ക് തന്നെ വെറും 12 റണ്ണിനാണ് 6 വിക്കറ്റ് വീഴ്ത്തിയത്. 6 മെയ്ഡിന് എറിഞ്ഞു, 10 ഓവറിൽ 12 റണ്ണേ വിട്ടുകൊടുത്തത്. ഒരാൾ പോലും, ആകെ 4 പേരാണ് 2 അക്കം കടന്നത് ബംഗ്ലാദേശിൽ. ഒരാൾ പോലും വലിയ ഇന്നിങ്സ് കളിച്ചില്ല, ഒരാൾ പോലും മികച്ച ഇന്നിങ്സ് കളിച്ചില്ല. 64 റണ്ണിന് അപമാനിക്കപ്പെട്ടു ബംഗ്ലാദേശ്. ആദ്യ ഇന്നിങ്സിൽ 64 റണ്ണിന് പുറത്തായി. വെറും 34 ഓവർ, അതായത് ഒരു സെഷൻ തന്നെ, ഒരൊറ്റ സെഷൻ്റെ ഓവറുകൾ എന്ന് പറഞ്ഞാൽ 30 ഓവറാണ്. അതിൽ വെറും 34 ഓവർ മാത്രമാണ് ബംഗ്ലാദേശ് പിടിച്ചു നിന്നത്. 1.88 റൺ റേറ്റ്. വെറും 64 റണ്ണിന് ആദ്യ ഇന്നിങ്സിൽ പുറത്തായി. ഒരു കാര്യം ഉറപ്പാണ്, ഇനി ഓസ്ട്രേലിയ ഈ ടെസ്റ്റ് തോൽക്കണമെങ്കിൽ അതിദയനീയമായി കളിക്കണം. അക്കാര്യത്തിൽ സംശയമാണ് ഇനി ബംഗ്ലാദേശിന് ഈ മത്സരത്തിൽ തിരിച്ചു വരിക എന്നുള്ളത്. ആദ്യ സെഷനിൽ തന്നെ ഒരു സെഷൻ്റെ സമയം കൊണ്ട് ബംഗ്ലാദേശിനെ വെറും 64 റണ്ണിന് എറിഞ്ഞിട്ട ഓസ്ട്രേലിയ മിക്കവാറും 2 ദിവസത്തിനോ 2.5 ദിവസത്തിനുള്ളിൽ ഈ ടെസ്റ്റ് ജയിക്കാനാണ് സാധ്യത. അവസാനം വിവരം കിട്ടുമ്പോൾ ഓസ്ട്രേലിയ 16.1 ഓവറിൽ 83 റണ്ണാണ് എടുത്തിരിക്കുന്നത്. 83 റണ്ണ്, റൺ റേറ്റ് 5.13. അവരുടെ ട്രാവിസ് ഹെഡ് 22 റണ്ണ് എടുത്ത് പുറത്തായി. മാറ്റ് റെൻഷോ 8 റണ്ണ് എടുത്ത് പുറത്തായി. മാർണസ് ലാബുഷൈൻ 4 റണ്ണ് എടുത്ത് പുറത്തായി. ഇങ്ങനെ 3 വിക്കറ്റാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 19 റണ്ണിൻ്റെ ലീഡ് ഓസ്ട്രേലിയ നേടിക്കഴിഞ്ഞു. എന്തായാലും ബംഗ്ലാദേശിനെ തുറിച്ചു നോക്കുന്നത് അതിഗംഭീരമായ തോൽവിയാണ്, അതിദയനീയമായ തോൽവിയാണ്. സെക്കൻഡ് ഇന്നിങ്സിൽ എത്ര മികച്ച് കളിച്ചാലും ഈ ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിങ്സിൽ അവർ പടുത്തുയർത്തുന്ന ഇനി ലീഡടക്കം മറികടക്കുക എത്രത്തോളം എളുപ്പമാകും എന്നത് കാത്തിരുന്ന് കാണുക തന്നെ വേണം. എന്തായാലും മിച്ചൽ സ്റ്റാർക്കിന് ഒരു സല്യൂട്ട് കൊടുത്തേ മതിയാവുള്ളൂ. അമ്മാതിരി നിലയിലാണ് ആദ്യ ടെസ്റ്റിൽ അപമാനിക്കപ്പെട്ടത്. ആ അപമാനത്തിൽ നിന്ന്, അപമാനത്തിൻ്റെ ആ ചാരത്തിൽ നിന്ന് ഉയർന്നു വന്ന് മിച്ചൽ സ്റ്റാർക്ക് ഓസ്ട്രേലിയക്ക് വേണ്ടി അതിഗംഭീരമായി എത്രയോ തവണ ഗംഭീരമായി പന്തെറിഞ്ഞിട്ടുള്ള സ്റ്റാർക്ക് ഒരിക്കൽ കൂടി ഈ പ്രായത്തിലും 35-36 വയസ്സിലും അദ്ദേഹം തിരിച്ചു വന്ന് ആ ഫയറോടുകൂടി പന്തെറിഞ്ഞ് ബംഗ്ലാദേശിനെ ശരിക്കും അപമാനിച്ചു വിട്ടു എന്ന് തന്നെ പറയണം. വെറും 64 റണ്ണിന് ആദ്യ ഇന്നിങ്സിൽ അവരെ പുറത്താക്കിയിരിക്കുന്നു.